നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു കല്യാണവർമാവിൻ്റെ ചതുർഗ്രഹ യോഗ നിരൂപണം. ഇവിടെ ചതുർഗ്രഹ യോഗത്തിൽ വരുന്ന ഗ്രഹങ്ങൾ 2 ശുഭഗ്രഹങ്ങളും 2 പാപഗ്രഹങ്ങളുമാകുന്നു. ഇവിടെ ശുഭഗ്രഹങ്ങൾ ബുധനും ശുക്രനും, പാപഗ്രഹങ്ങൾ ശനിയും ചൊവ്വയുമാകുന്നു. ഈ യോഗത്തിൽ ജനിച്ച വ്യക്തിയുടെ സ്വഭാവം ഏത് തരത്തിലാണെന്നാണ് ഇവിടെ കല്യാണവർമാവ് വിശദീകരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്ലോകം ശ്രദ്ധിക്കുക. സ്യാൻ മല്ലഹ പരപുഷ്ട കഠിനാംഗോ യുദ്ധദുർമദഖ്യാതഃ രമതേജ സാരമേയൈഹി ബുധാരയമ ഭാർഗവേ സഹിതൈഹി കൂടിച്ചേർന്ന ഏതൊക്കെ ഗ്രഹങ്ങൾ? ബുധൻ, സാക്ഷാൽ സൗമ്യൻ ബുധൻ തന്നെ. ആരൻ എന്നാൽ വക്രി ചൊവ്വ, യമൻ എന്നാൽ ശനി, ഭാർഗവേഹി ഭൃഗോഹ അപത്യം പുമാൻ ഭാർഗവ ശുക്രൻ. ഇവിടെ ഞാൻ സൂചിപ്പിച്ചു ബുധ ശുക്രന്മാർ ശുഭഗ്രഹങ്ങളും ചൊവ്വ ശനികൾ പാപഗ്രഹങ്ങളുമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. ഈ യോഗത്തിലുണ്ടാകുന്ന വ്യക്തി ഏതെല്ലാം സ്വഭാവത്തോടു കൂടി വ്യക്തിയായിരിക്കുമെന്നാണ് നാം ചർച്ച ചെയ്യുന്നത്. സ്യാദ് മല്ലഹ, അയാൾ മല്ലനാണ്, യോദ്ധാവാണ് എന്നർത്ഥം. പരപുഷ്ടനാണ്, മറ്റുള്ളവർ അദ്ദേഹത്തെ സംരക്ഷിക്കുക. ബാല്യകാലത്തൊക്കെ അദ്ദേഹത്തിൻ്റെ സംരക്ഷണ ശീലം മറ്റുള്ളവർക്കാണ്. മറ്റുള്ളവരാൽ സംരക്ഷിക്കപ്പെടുകയും ജീവിതത്തിൽ അദ്ദേഹം വളർച്ചയെ പ്രാപിക്കുകയും ചെയ്യുന്ന വ്യക്തിയാകുന്നു എന്നർത്ഥം. പിന്നീട് കഠിനാംഗ, അങ്ങേയറ്റം ബലശാലിയാണ് ഇദ്ദേഹം, കഠിനമായ ശരീരത്തോടു കൂടിയ വ്യക്തി. മല്ലനെന്ന് മുൻപ് സൂചിപ്പിക്കുമ്പോൾ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം അദ്ദേഹത്തിൻ്റെ ഫിസിക് ഈസ് വെരി ഗുഡ്. നല്ല ജിം ബോഡി ആയിരിക്കാം, 6 പാക്ക് ശരീരമൊക്കെ ആയിരിക്കാം. അതാണ് കഠിനാംഗ എന്നർത്ഥം പറയുന്നത്. പിന്നീട് അദ്ദേഹം യുദ്ധദുർമദ ഭവതി, യുദ്ധരംഗങ്ങളിൽ അദ്ദേഹം അഹങ്കാരത്തോടു കൂടിയ ആളായിരിക്കുമെന്നാണ്. തൻ്റെ ശക്തിയിൽ അങ്ങേറ്റം അഹങ്കരിക്കുക, യുദ്ധസന്നദ്ധനാവുക. പലപ്പോഴും ആ അഹങ്കാരം എതിരാളികളുടെ ദാക്ഷിണ്യമൊന്നും കാണിക്കില്ല. ഇങ്ങനെയുള്ള വ്യക്തികൾ ഇടിവീരന്മാരായാൽ, പോലീസുകാരായാൽ വളരെയധികം ജനങ്ങളെ മർദ്ദിച്ച് അവശരാക്കും. അപ്രകാരം ബോക്സിംഗ് ചാമ്പ്യന്മാരായ ആളുകൾ ബോക്സിംഗ് മത്സരത്തിൽ എതിരാളിയെ അടിച്ച് പരത്തും. അതാണ് യുദ്ധ ദുർമദ എന്ന വാക്കിന് അർത്ഥം പറയേണ്ടത്. പിന്നെ അദ്ദേഹം ഖ്യാതനാണ്, വളരെ പ്രശസ്തനാവുകയും ചെയ്യും. ഈ വിധ കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റെസ്ലിങ്ങുമായി ബന്ധപ്പെടുന്ന ജോൺ സേനയൊക്കെ നിങ്ങൾ കാണുക. റെസ്ലിങ്ങുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ അവരുണ്ടാക്കുന്ന പേരും പ്രശസ്തിയുമൊക്കെ. സിൽവസ്റ്റർ സ്റ്റാലിൻ, അദ്ദേഹത്തിൻ്റെ പിന്നീട് അദ്ദേഹം റെസ്ലിംഗ് മേഖലയിൽ നിന്നാണ് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നത്. റാംബോ, അദ്ദേഹത്തിൻ്റെ പടങ്ങളൊക്കെ വളരെ പ്രഖ്യാതങ്ങളാണ്. അതിനാൽ ഈ മേഖലകളൊക്കെ ശോഭിച്ച് മനസ്സിന്, ശരീരത്തിൻ്റെ കാഠിന്യം മനസ്സിലും വരുന്നവർക്ക് മാത്രമേ യുദ്ധത്തിൽ ശോഭിക്കുവാൻ കഴിയുള്ളൂ. വലിയ കഠിനമായ ശരീരമുണ്ടായിട്ട് കാര്യമില്ല, ധൈര്യം വേണം. ആ ധൈര്യമാണ് മനസ്സിൽ നിന്നും ശരീരത്തിലേക്ക്, രക്തത്തിലേക്ക് ഓടി വരുന്നത്, ഞരമ്പുകളെ ചൂട് പിടിപ്പിക്കുന്നത്. അവിടെയാണ് അവർ വിജയിക്കുള്ളൂ എന്നർത്ഥം. അതിലൂടെ വളരെ പ്രശസ്തനാകാം. ഇന്ന് ബോക്സിംഗ് അല്ലെങ്കിൽ കളരി, കരാട്ടെ, ഏത് മേഖലകളിലും ആരാണ് ശോഭിക്കുന്നത്? അവർക്ക് അങ്ങേയറ്റം വളർച്ചയുടെ കാലമാണ്. മീഡിയകൾ അവരെ വളരെയധികം പുകഴ്ത്തി വലുതാക്കി വെക്കും. ഇപ്പം വേടനെയൊക്കെ കാണുന്നില്ലേ? ഒരു പാട്ടുകാരനായ ഗായകനായ വേടൻ ലോകം മുഴുവൻ അറിയപ്പെട്ട് കഴിഞ്ഞു. വലിയ പ്രയാസമാണ്. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ അത്ര ശക്തമായതുകൊണ്ട് വളരെ പെട്ടെന്ന് കഴിയും കാര്യങ്ങൾ. രമതേജ സാരമേയേഹി, സാരമേഹ എന്നാൽ നായ എന്നർത്ഥം, ശുനകനാണ്. പട്ടികളുടെ ശാസ്ത്രം അറിയുന്ന ആളാണ്. നമ്മൾ ഗോശാസ്ത്രം പറയും, അശ്വഹൃദയം അറിയുന്നവർ പറയും, ഗോഹൃദയം പശുക്കളുടെ മർമ്മമറിയുന്നവർ, ഗജഹൃദയം ആനകൾ, അശ്വഹൃദയം കുതിരകൾ. ഇവിടെ ഇദ്ദേഹത്തിന് എന്തറിയാം? നായകളുടെ മർമ്മമറിയുന്ന വ്യക്തിയായിരിക്കും. ഇന്ന് വളരെ എക്സ്പെൻസീവാണ്. ഓരോ ബ്രീഡുള്ള നായകളൊക്കെ വളരെയധികം പേരാണ്. ഏതായാലും ഈ വക ക്വാളിറ്റി ഗുണങ്ങളൊക്കെ ഉള്ള ആളാണ് ആര്? ചതുർഗ്രഹ യോഗ കർത്താവ് എന്ന് മനസ്സിലാക്കുക. നന്ദി, നമസ്തേ.